SUT ആശുപത്രിയിൽ നിന്ന് VS അച്യുതാനന്ദന്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ അദ്ദേഹം AKG സെന്ററിലേക്ക്, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ണേ കരളെ VSA, നെഞ്ചിനകത്ത് റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം വിളികളോടുകൂടി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന വിപ്ലവ സൂര്യൻ്റെ ഈ അസ്തമയ ദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയത്തെ നമുക്ക് കാണാം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് ഈ വിലാപയാത്രയുമായിട്ടുള്ള VSന്റെ മൃതശരീരം വഹിച്ചുള്ള ആംബുലൻസുകളുടെ യാത്ര. തുടർന്ന് അവിടെ ഇന്ന് രാത്രി VSന്റെ മൃതശരീരം AKG സെൻറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വസതിയിലേക്ക് മാറ്റും. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും 9 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമാണ് വിലാപയാത്രയായി കൊണ്ടുപോവുക. ശ്രീജിത്ത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമ്മളോടൊപ്പം അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. അലക്സ്, VSന്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. SUT ആശുപത്രിയിൽ നിന്ന് മൃതശരീരം പുറത്തേക്കെടുത്ത് ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അലക്സ്, എന്താണ് അവിടുത്തെ നിലവിലെ സ്ഥിതി? VS അച്യുതാനന്ദൻ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, CPIMന്റെ സ്ഥാപക നേതാവിൽ ഒരാൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചടുലമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ SUT ആശുപത്രിയിൽ നിന്ന് VS അച്യുതാനന്ദൻ്റെ നിശ്ചല ശരീരം ഇപ്പോൾ ആ വിലാപയാത്രയായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക്, ഇപ്പോഴത്തെ AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ പാർട്ടിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്വത്താണ്. അതിന് കാരണമായത് VS സ്വീകരിച്ച നിലപാടുകളും VS ഉയർത്തിയ മുദ്രാവാക്യങ്ങളും VS പടപൊരുതിയ വിഷയങ്ങളുമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത, നമ്മുടെ നാടിന് ഒരിക്കലും മറക്കാനാകാത്തതാണ് VS നടത്തിയിട്ടുള്ള ഇടപെടലുകളും പോരാട്ടങ്ങളും. എവിടെ സാധാരണക്കാർ നിസ്വരായി നിൽക്കുന്നുണ്ടോ, എവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ ശ്രദ്ധ പതിയാതെ നിൽക്കുന്നുണ്ടോ, എവിടെ വികസനത്തിൻ്റെ പേരിൽ സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ, എവിടെ ഭാവി തലമുറയ്ക്ക് വാസമൊരുക്കാൻ കഴിയാതെ പരിസ്ഥിതി ഇല്ലാതാക്കുന്ന നയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം ശബ്ദമുയർത്തി പോരാട്ടത്തിൻ്റെ തീച്ചുളയായി മാറിയിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഓരോ സമരത്തിലും VSന്റെ സാന്നിധ്യം എന്നത് ആ സമരത്തിന് ഒരു തീർപ്പുണ്ടാക്കാൻ, ആ സമരത്തിന് ഒരു മൂർച്ചയുണ്ടാക്കാൻ ഏറും സഹായകരമായിരുന്നു. എല്ലാം VSനോട് പറഞ്ഞിട്ടുണ്ട് എന്ന ആശ്വാസവാക്കുമായി ഫലം കാത്തിരുന്ന എത്രയോ സാധാരണക്കാരായ ആളുകളുടെ ആശയും പ്രതീക്ഷയുമായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെയാണ് കണ്ണേ കരളെ VSA എന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികം ചാർത്തി നൽകാത്ത ഒരു വിശേഷണം VS അച്യുതാനന്ദന് കേരളത്തിൻ്റെ പൊതുജനം ചാർത്തി നൽകിയത്. VS അച്യുതാനന്ദന് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് VSന് സീറ്റ് വാങ്ങിക്കൊടുക്കുകയും VS മുഖ്യമന്ത്രി എന്ന അധികാര കസേരയിലേക്ക് എത്തിയതും കേരളത്തിൻ്റെ ചരിത്രമാണ്. അധികാരത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന പ്രശ്നങ്ങൾ മറക്കുന്ന പതിവ് VSനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ VS പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉയർത്തിയ പരിസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും മറ്റു കാര്യങ്ങളിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയും VS ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയിരുന്ന മൂന്നാർ ദൗത്യം. മൂന്നാറിലും മതികെട്ടാനിലുമൊക്കെയുള്ള വന പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ VS സദാ ജാഗരൂകനായിരുന്നു. നാടിനെ നശിപ്പിക്കുന്ന, ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത, അവരുടെ വാസയോഗ്യമല്ലാതെ നാടിനെ മാറ്റുന്നതിനെതിരെ വളരെ ദീർഘദർശിത്വത്തോടുകൂടി VS അച്യുതാനന്ദൻ നിലപാടുകൾ സ്വീകരിക്കുകയും അതൊരു നയമായി സ്വീകരിക്കുകയും അതിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ VSന്റെ ശബ്ദത്തിന് പിന്നീട് ധാരാളം അനുകർത്താക്കൾ ഉണ്ടായി. VS ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾക്ക് പിന്നിൽ ജനം അണിനിരന്നു. കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ BJPക്കാരനെന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മത സാമുദായിക വ്യത്യാസങ്ങളോ വിഭജനങ്ങളോ ഇല്ലാതെ VS ഉയർത്തുന്നത് നാടിൻ്റെ ആവശ്യമാണ് എന്ന് കരുതി ഒപ്പം നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. VS അച്യുതാനന്ദൻ അത്രയൊന്നും സ്വീകാര്യനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിലെ ആദ്യ കാലത്ത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാട്, പ്രത്യേകിച്ച് സ്ത്രീപീഡകരെ കയ്യാമം വെച്ചുകൊണ്ട് ഞാൻ തെരുവിലൂടെ നടത്തിക്കും എന്ന VSന്റെ പ്രഖ്യാപനം കേരളത്തിലെ ആ സമയത്തേറെ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീപീഡന സംഭവങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾ ഏറ്റെടുത്ത മുദ്രാവാക്യം കൂടിയായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പൊതുനന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും എന്ന് ഉറപ്പിക്കാവുന്ന,
ആ ആശയങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കും എന്ന് നമുക്ക് സന്ദിഗ്ധതയില്ലാതെ തീരുമാനിക്കാവുന്ന ഒരു ശബ്ദമായിരുന്നു VSൻ്റേത്. അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോൾ VSൻ്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിൽ നിന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് തിരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ആ വിലാപയാത്ര തിരുവനന്തപുരത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന പുതിയ വിവരങ്ങൾ? VSൻ്റെ വിടവാങ്ങൽ അത്ര അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും അതുണ്ടാക്കുന്ന വിടവ് വളരെ വലുതാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹമാണല്ലോ കേരളത്തിലേത്. ഗോപികൃഷ്ണൻ, നിസ്സംശയം പറയാം, VS എന്ന രണ്ടക്ഷരം, അതായത് ഈ ദ്വയാക്ഷരി സൃഷ്ടിക്കുന്ന വിടവ്, ആ ഒരു സ്പേസ് അത് കേരള രാഷ്ട്രീയത്തിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കാകട്ടെ അത് ആ വിടവ് നികത്താനാകാത്തതെന്ന് ഈ പൊതുസമൂഹം അടയാളപ്പെടുത്തുന്നു. നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് SUT ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ആ വിലാപയാത്രയാണ്. ആംബുലൻസാണ്, VSന്റെ ഭൗതികദേഹവും കൊണ്ടുള്ള ആംബുലൻസാണ് മുന്നിലേക്ക് പോകുന്നത്. അല്പം മുമ്പാണ് നിയമസഭാ പ്രധാന കവാടത്തിന് മുന്നിലൂടെ ആ വാഹനവ്യൂഹം കടന്നുപോയത്. ആ പാളയം കടന്ന് സർവകലാശാലയ്ക്ക് മുന്നിലൂടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. അവിടെയാണ് പൊതുദർശനം. VSന്റെ കർമ്മമണ്ഡലം AKG സെന്റർ, പഴയ AKG സെന്ററിലേക്ക് മൃതദേഹം എത്തുന്നു. അങ്ങേയറ്റം വൈകാരികമായി പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പൊതുജനങ്ങൾ റോഡിനിരുവശവും വന്ന് VSനെ ഒരു നോക്ക് കാണാൻ കുവിഞ്ഞുകൂടുന്നു. AKG സെന്ററിന് മുന്നിലാകട്ടെ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലാകട്ടെ മണിക്കൂറുകൾക്ക് മുമ്പേ വലിയ ജനവ്യൂഹം